ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു അടുത്തൊരു പുതിയൊരു റെസിപ്പി ആയിട്ട്. നല്ല കുറച്ച് കിളിമീൻ കിട്ടി, അപ്പം അതുകൊണ്ട് ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ പാകം ചെയ്യാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകൂടിട്ട് പൊട്ടിക്കുക. അതിലേക്ക് ഒരു 10 കൊച്ചുള്ളി എടുത്ത് അരിഞ്ഞ് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ എന്താ കറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് നല്ല കിളിമീൻ കറിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ഒന്ന് വഴറ്റി വന്നിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് രണ്ടായിട്ട് കീറി ഇടുക. ഇതിലേക്ക് തന്നെ വീണ്ടും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുത്താലോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് ഓരോരുത്തരുടെ എരിക്ക് അനുസരിച്ച് നമുക്ക് ഇടാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. കാര്യം നമ്മൾ കുരുമുളക് പൊടി നമ്മൾ നല്ലതുപോലെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എരിക്ക് അനുസരിച്ച് ഇടുക. പൊടികളെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കുക. നമ്മൾ കുറച്ച് പിഴുപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പിഴുപുളിയുടെ വെള്ളം ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിളിമീൻ ഉണ്ടല്ലോ, ആ കിളിമീൻ ഇതിലേക്ക് ഓരോന്നോരോന്ന് പറക്കിയിടുക. അങ്ങനെ മീനുകളെല്ലാം നമ്മൾ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ സാധനം എത്തിയിട്ടുണ്ട്, തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞത് ഈ അരപ്പിലോട്ടും മീനിലേക്കും ഒഴിച്ചു കൊടുക്കുക. അല്ല നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഫുൾ തേങ്ങാപ്പാലിലാണ് ഈ മീൻ കിടന്ന് നമുക്ക് വെന്ത് കിട്ടേണ്ടുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. എന്താ മണം! നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് കിളിമീൻ കിടന്ന് തുള്ളി മറിയുകയാണ്. അതൊന്ന് ചട്ടിയോടൊന്ന് എടുത്തൊന്ന് കറക്കിയെടുക്കുക. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഒരു ലേശം, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുക്കുക. നമ്മുടെ തേങ്ങാപ്പാലിൽ ഒരു കുരുമുളകിന്റെ ഒരു ടേസ്റ്റ് വരണ്ടേ. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് തണ്ടോടെ കറിവേപ്പില ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കുക. എല്ലാവരും വീടുകളിൽ കിളിമീൻ മേടിക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിന്റെ അഭിപ്രായം എല്ലാവരും കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച കിളിമീൻ കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായം പറയണേ. ലൈക്കും കമന്റും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.